നിങ്ങളുടെ മൊബൈലിൽ പരസ്യങ്ങൾ വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാകുന്നുണ്ടോ? അതെ, മൊബൈലിൽ എങ്ങനെ ഈ പരസ്യം വരുന്നേ? നമ്മളുടെ ഫോണിലുള്ള ആപ്പുകൾ മുഖാന്തരമാണ് നമുക്ക് ഈ പരസ്യങ്ങൾ വരുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഗെയിമിംഗ് ആപ്പുകളൊക്കെ കുറെ ഉണ്ടാവും. ഇതിലൊക്കെ വെറുതെ ഇങ്ങനെ പരസ്യം വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴെങ്ങനെ പരസ്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മാർഗം പ്രൈവറ്റ് DNS എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെപ്പറ്റി അറിയാത്തവരും ആവശ്യമുള്ളവരും കാണുക. നമസ്കാരം പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് നമ്മൾ ഫോണിന്റെ സെറ്റിംഗ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം. ഫോൺ എടുക്കുക, അതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ മുകൾ വശത്ത് ഒരു സെർച്ച് ബാർ കാണും. അവിടെ പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ DNS എന്നുള്ളത് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം വരും. അതിൽ പ്രൈവറ്റ് DNS പ്രൊവൈഡർ എന്നുള്ളത് എടുക്കുക. അതിൽ നോക്കൂ, ഓഫ് എന്നാണ് ഉണ്ടാവുക. അതിന് താഴത്ത് കണ്ടോ പ്രൈവറ്റ് DNS പ്രൊവൈഡർ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ താഴത്ത് പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നുള്ളത് കാണും. അവിടെ ഞാൻ ഈ കാണിച്ചതുപോലെ കൃത്യമായിട്ട് സ്പേസ് ഇല്ലാതെ ക്യാപിറ്റൽ ലെറ്റർ അല്ലാതെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. അതവിടെ സെറ്റായി. ഇനി നോക്കൂ, നിങ്ങൾക്ക് പരസ്യങ്ങൾ വരില്ല, ഉറപ്പാണ്. കാരണം എന്റെ ഫോണിൽ ഞാൻ 1 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇതിലൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഈ മനോരമ ഓൺലൈൻ പോലെയുള്ള മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിന്റെയൊക്കെ സൈറ്റിൽ പോകുന്ന സമയത്ത് അവരുടെ ന്യൂസ് നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പരസ്യം അവർ കാണിക്കും. അപ്പൊ ഈ മനോരമ ഓൺലൈനിൽ പോയി നോക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ആഡ് ഗാർഡ് ചെയ്തിട്ടുണ്ട്, അത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സൈറ്റിൽ പോകാറില്ല. ഇനി അങ്ങനെ കൂടുതൽ അത്തരം സൈറ്റുകളിൽ പോകുന്നുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, ഇത് ചെയ്തിട്ട് ആ സൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്താൽ മതി. അതും കൂടെ കാണിക്കാം. സെറ്റിംഗ്സിൽ പോയിട്ട് DNS അല്ലെങ്കിൽ പ്രൈവറ്റ് DNS എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതില് പ്രൈവറ്റ് DNS പ്രൊവൈഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മുകൾ വശത്തുള്ള ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള സെറ്റിംഗ്സ് ഓഫ് ആകും. പിന്നെ കഴിയുന്നതും നമ്മൾ ഇടയ്ക്കെങ്കിലും ഫോണൊക്കെ ഒന്ന് ശുദ്ധീകരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനു ഒക്കെ എടുത്തിട്ട് ആവശ്യമില്ലാത്ത, നിങ്ങൾ അധികം ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതവിടെ കിടക്കുന്നത് കൊണ്ട് ഫോണിന്റെ സ്റ്റോറേജിനും കുഴപ്പമാണ്. ചില ആപ്പുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ അത് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നെറ്റ് തീർക്കുന്നുണ്ടാകും. അതുമാത്രമല്ല, ചില ആപ്പുകളിലൂടെയുള്ള പരസ്യങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആപ്പുകളെല്ലാം ഒഴിവാക്കുക. ഇത് ചെയ്തു നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരിധി വരെ പരസ്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പരസ്യം എനിക്ക് വരാറില്ല. നിങ്ങളിത് ചെയ്തു നോക്കിയിട്ടേ എന്താണ് റിസൾട്ട് എന്നുള്ളത് താഴത്ത് കമന്റ് ആയിട്ട് അറിയിക്കുമോ? അറിയിച്ചാൽ ഇത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാവും. അതിനാണ്. ഓക്കെ.